മമ്മൂട്ടിയെ അറുത്ത് മാംസം ഭക്ഷിച്ചവർ അറിയണം അതിനും ഒരു ഇടയനുണ്ടായിരുന്നുവെന്ന്. നാളെ ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന്. ഉണ്ണിമുകുന്ദനെ ബോധപൂർവം ചവിട്ടിത്തേൽക്കാൻ സിനിമയ്ക്കകത്തും പുറത്തും ലോബികൾ ഒരുമിച്ച് നിന്നു. ഇതില് അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായ്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. നമസ്കാരം. സമാജം സ്റ്റാർ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു ഈ അടുത്ത കാലം വരെ ഉണ്ണിമുകുന്ദൻ എന്ന നടനെ മലയാളികൾ. ഒരിക്കലും ഒരു പടം ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കരുത്. അതായത് നിങ്ങൾ എല്ലാവരും ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാണ്. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പടമായിരുന്നെങ്കിൽ ഇവരിങ്ങനെ സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഏത് നല്ല സിനിമ ഇറങ്ങിയാലും അതിനെ കൂവിത്തോൽപ്പിക്കാൻ, സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചില്ലാതാക്കാൻ വലിയൊരു സംഘം തന്നെ അണിയറയിലുണ്ടായിരുന്നു. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഇപ്പം മലയാള സിനിമ ഉണ്ടാക്കുന്നു. ഇവിടെ എന്റേതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ ഞാൻ 3-4 ബിരിയാണി കൂടുതൽ കഴിച്ചു വരും. അതിന്റെ പേരിൽ ഞാൻ തടിവെച്ച നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമേനിയാക്സ് എന്നെ ബോഡി ഷേമിങ് ആ ബാധൂടം കളിയാക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നുള്ള പാട്ടികളെ. ഉണ്ണിമുകുന്ദൻ വളർന്നു വന്നാൽ അത് ഭീഷണിയാകുന്ന ചില സിനിമാ താരങ്ങൾ അതിനെ സ്പോൺസർ ചെയ്തു. അങ്ങനെ ഉണ്ണിമുകുന്ദനെ അടിച്ചൊതുക്കി നിർത്തിയിട്ടും അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. പുഷ്പയിൽ അല്ലു അർജുൻ പറയുന്ന പോലെ പുഷ്പ നാഷണൽ അല്ലട ഇന്റർനാഷണൽ ആണ്. അത്തരത്തിലാണ് ഉണ്ണിമുകുന്ദന്റെ വളർച്ചയും ഉയർച്ചയും സംഭവിച്ചിരിക്കുന്നത്. ഈ സമയം എന്ന് പറയുന്ന സംഗതി ഏറ്റവും കൂടുതൽ കളിക്കുന്നത് കല്യാണക്കാര്യത്തിലും സിനിമയിലും. എത്രയൊക്കെ ഒരുങ്ങിയാലും രണ്ടും നടക്കാൻ അതിൻ്റെതായ സമയമെടുക്കും. मार्को मुझे इतनी अच्छी लगी ना, मैं दूसरे तीसरी बार देख लिया हूँ. इतनी अच्छी लगी मेरे को. उसका एक्शन जो लगा ना भाई, नेक्स्ट लेवल एक्शन लगा. क्या बताऊँ मैं आपको. സാമ്രാജ്യത്വ ഭരണകൂടങ്ങളുടെയും ബൂർഷ മുതലാളിമാരുടെയും നട്ടെല്ല് തകർത്ത് തലയുയർത്തി പിടിച്ചു നിന്ന പ്രിയ സ്തംഭമേ, ഇരട്ടിന്റെ മറവിൽ നിനക്കിട്ട് പണിതവരെ ഞങ്ങൾ സഖാക്കൾ പഞ്ഞിക്കിട്ടിരിക്കും. क्या बोलना चाहोगे मूवी के बारे में? मूवी बहुत अच्छी थी. उसमें एक्शंस, थ्रिलर्स, बहुत सारी चीजें थी तो मुझे बहुत अच्छी लगी. सुपर मूवी है. इट इज अ गुड मूवी बाय अनीफ और द एक्शन इज वेरी गुड. एक नंबर है. एक नंबर. क्या एक नंबर था बताओगे? इसका स्टोरी भी अच्छा है, एक्शन भी बहुत है. एक्टिंग के बारे में क्या बोलना चाहोगे? एक्टिंग बहुत अच्छी थी, स्पेशली उन्नी जी की एक्टिंग बहुत अच्छी थी. ഭാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ. യവൻ പുലിയാണ് കേട്ടാ. ഞങ്ങൾക്ക് ഈ കൊച്ചിനെ ഇഷ്ടമായി. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. ഇനി എന്നാണ് മാർക്കോയെ കാണാൻ പറ്റുന്ന അടുത്ത ഭാഗം? അത് ഉത്തരം പറ. അത് പറങ്ങട്. മാർക്കോ 2 ഉണ്ടാവും, മാർക്കോ 3 ഉണ്ടാവും. എന്റെ മനസ്സ് പറയുന്നത് മാർക്കോ 4 വരെ നമ്മൾ പോകും. എന്നെ വെച്ച് ഒന്നും കാമഡി പണ്ണല്ലേ ചേച്ചേ. ബാക്കി നമ്മുടെ ആരോഗ്യം പോലെ. ഓക്കെ, എന്തായാലും ആൾറെഡി ഇവര് മാർക്കോ 2 എന്തായാലും സംഭവിക്കും എന്നുള്ളത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഫാദേനി തന്നെ ഇത് അനൗൺസ് ചെയ്തതാണ്. കഴിയും നടക്കാത്ത കാര്യം ഞങ്ങൾ പറയാറില്ല, ചെയ്യാറില്ല. പക്ഷേ നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. ക്ഷമ വേണം, സമയമെടുക്കും. വേറൊരു കാര്യമുണ്ട് കേട്ടാ. മാർക്കോ 2 വില്ലനായിട്ട് വിക്രം വരും എന്നുള്ളത് സോഷ്യൽ മീഡിയ പറയുന്നു. ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. നാടകത്തിന്റെ പേര് മറക്കണ്ട. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. അയ്യോ, കഴിഞ്ഞില്ല. കൊഞ്ചം അങ്ങ പാரு കണ്ണ. വിക്രം വരും എന്നുള്ളത് സോഷ്യൽ മീഡിയ പറയുന്നു. പിന്നെ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ?
ഉണ്ടാവോ? സസ്പെൻസോടെ സാർ. ിൽ